നേരെ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. നിലപാട് വ്യക്തമാക്കാൻ മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ ജി സുധാകരൻ ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ പോകുകയാണ്. CPM അംഗത്വം പുതുക്കില്ല എന്ന് തീരുമാനിച്ച ശേഷം ഇതാദ്യമായാണ് സുധാകരൻ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും കേന്ദ്ര കമ്മിറ്റി അംഗം സുജാത ഉൾപ്പെടെയുള്ളവർ സുധാകരനുമായി നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചു. പക്ഷേ നിലപാടിൽ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധീഷ് ഗോപാൽ അവിടെ നിന്നും ചേരുകയാണ്. സുധീഷ്, ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്, പാർട്ടി സെക്രട്ടറി ഇടപെട്ടതാണ്. ആലപ്പുഴയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പലതവണ വീട്ടിൽ വന്ന് കണ്ടു. പക്ഷേ അപ്പോഴും താൻ അപമാനിക്കപ്പെട്ടു എന്ന നിലപാടിൽ ഇപ്പോഴും സുധാകരൻ ഉറച്ചു നിൽക്കുകയാണോ? അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സന്ദേശം നൽകാൻ വേണ്ടിയാണോ 11 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്? ഗൗതം, കഴിഞ്ഞ 5 വർഷത്തിലധികമായി പാർട്ടിയിൽ നിന്ന് ജി സുധാകരൻ നേരിട്ട അവഗണനയും അവഹേളനവും അതിന് ഒരു പരിഹാരവും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലാണ് ജി സുധാകരനുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി അംഗത്വം പുതുക്കേണ്ട എന്ന ഉറച്ച നിലപാട്, ആ നിലപാടും എന്തുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചു എന്നതും വിശദീകരിക്കുക. അതോടൊപ്പം അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം അറിയിക്കുക. ഇതിനായിട്ടാവും 11 മണിക്ക് ജി സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നതെന്ന ഒരു അനുമാനമാണ് ഉള്ളത്. ഇന്നലെ രാത്രിയിലും ജി സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ അറിയിപ്പ് വന്നതിന് ശേഷവും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ H. സലാമ ഒഴികെയുള്ളവർ ജി സുധാകരൻ്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി വിളിച്ചു എന്ന പ്രചരണം തെറ്റാണെന്ന് ജി സുധാകരനും കുടുംബവും മറ്റും വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ പിണറായി വിജയൻ്റെ ഫോണിൽ നിന്ന് ഒരു കോള് പോലും വന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പ്രചരണമാണ്. ഈ ജി സുധാകരനെ സംബന്ധിച്ച് ഇന്നലെ വന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോട് ഉള്ള വിശദീകരണത്തിൽ പറയുന്നത് സജി ചെറിയാൻ്റെ അടക്കം ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതികൂലമായ പ്രവർത്തനങ്ങളുണ്ടായി. പൂർണ്ണമായും 5 വർഷക്കാലം തന്നെ മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു പാർട്ടി പരിപാടികളിൽ പോലും പങ്കെടുപ്പിച്ചിട്ടില്ല, സംഘടനാ മര്യാദ പോലും കാണിച്ചില്ല. അത്തരത്തിൽ ഒതുക്കി നിർത്തുമ്പോൾ തന്നെ സൈബർ പോരാളികളെ കൊണ്ടും വിദ്യാർത്ഥികളെ കൊണ്ടും നിരന്തരം അവഹേളിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനമായി H. സലാം, സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R. നാസർ തുടങ്ങിയവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടായത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. താൻ സ്ഥാനങ്ങളൊന്നുമല്ല ചോദിച്ചത്, പാർട്ടി പരിപാടികളിലെങ്കിലും പങ്കെടുപ്പിച്ച് അത്തരത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സമീപനവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത്തരത്തിൽ അവഹേളനം തുടരുമ്പോൾ തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പല തവണ അത് ചൂണ്ടിക്കാണിച്ചതാണ്. ഇത് തിരുത്താനായിരുന്നു, എൻ്റെ പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ എന്നേ ആകുമായിരുന്നു എന്നതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതും. അത്തരത്തിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയായാൽ VS അച്യുതാനന്ദൻ്റെ മോൻ അരുൺകുമാറിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധത്തിനും CPM ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അരുൺകുമാറുമായി ഫോണിലും മറ്റും പല നേതാക്കളും ബന്ധപ്പെട്ടു എന്നാണ് അറിയുന്നത്. ജി സുധാകരൻ മത്സരിച്ചാൽ H. സലാമിൻ്റെ നില പരുങ്ങലിലാകുമെന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് പാർട്ടിക്കുള്ളത്. നേരത്തെ തന്നെ തോൽവി സാധ്യതയുള്ള ഒരു മണ്ഡലമായി അമ്പലപ്പുഴയെ വിലയിരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് നിഷേധിക്കുമോ H. സലാമിനെന്ന് വരെ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ സജി ചെറിയാനുമായും മറ്റും അടുത്ത് നിൽക്കുന്നവർക്ക് എല്ലാവരെയും മത്സരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഭയ്ക്കും ഒരവസരം കൂടി കിട്ടുന്നു. H. സലാമിന് വീണ്ടും മത്സരിക്കുന്നു. ദലീമ അരൂരിൽ പ്രതികൂല സാഹചര്യമുണ്ടെന്ന് വിലയിരുത്തപ്പെട്ടതാണ്. അരൂരിലും അതിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ വലിയ ഗ്രൂപ്പ് നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം വന്നതെന്ന വിലയിരുത്തലാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജി സുധാകരൻ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. ഗൗതം, ഓക്കെ. സുധീഷ് ഗോപാൽ, എന്തായാലും 11 മണിക്ക് CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ജി സുധാകരൻ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോകുകയാണ്. തൻ്റെ നിലപാടുകൾ അദ്ദേഹം വിശദീകരിക്കും. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകുന്നതാകും അദ്ദേഹത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഈ പത്രസമ്മേളനം എന്ന കാര്യത്തിൽ തർക്കമില്ല. പത്രസമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ വീണ്ടും ആലപ്പുഴയിലേക്ക് നമുക്ക് പോകാം.